ദിസ് ഇസ് മീ. വിളിക്കാത്ത കല്യാണത്തിന് ചെന്നിട്ട് അത് ചെക്കനോടും പെണ്ണിനോടും പറയാനാണിത്. പണ്ടേ അതുപോലത്തെ ഒരു കല്യാണത്തിനായപ്പോ എല്ലാരും പറഞ്ഞ് വീട്ടിൽ തോന്നും. എന്നിട്ടാ ഫുഡ് കഴിക്കാറായപ്പോ ചെക്കന്റെ വാപ്പന്റെ അടുത്ത് വന്നിരും. ഞാൻ ചെക്കന്റെ ക്ലോസ് ഫ്രണ്ടാ. ചെക്കനാ ഇത് മാമോദിസയാണ്. ഓൾസോ ഈ വീഡിയോയിലേക്ക് തെളിയിച്ചു കൊടുക്കണം, വിളിക്കാത്ത കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ ഇടി കിട്ടത്തില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, കല്യാണ ഹോള് കണ്ടുപിടിക്കണം. അതിൻ്റെ ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ട് എന്നിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. നോർത്ത് പറവൂരിൽ ഒരു കല്യാണമുണ്ട്. ഇതാണ് എന്റെ ഇൻവിറ്റേഷൻ. അതിനുമ്പ് നമുക്ക് ഈ ലുക്ക് ഒന്ന് മാറ്റണം. കണ്ടുകഴിഞ്ഞാൽ ചെക്കന്റെ വീട്ടിൽ നിന്നുള്ള ആളാണെന്ന് തോന്നിക്കണം. ഇതാണ് കല്യാണം നടക്കുന്ന സ്ഥലം. പക്ഷെ പ്രശ്നമാണ്, നമുക്ക് ചെക്കൻ്റെ പെണ്ണിന്റെ പേരറിയില്ല. ഇതൊന്നും കിട്ടരാം. ചെക്കന്റെ പെണ്ണിന്റെ പേര് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, പെണ്ണിന്റെ പേര് സഹല, ചെക്കന്റെ പേര് അഫ്സൽ. മാഷാ അല്ലാഹ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്റ്റാർട്ടേഴ്സ് വെച്ച് നല്ല വിഷയം തണ്ണിമത്തൻ ജ്യൂസും യൂട്യൂബ് വീഡിയോ എന്നെ പോലെ വന്നാ തോന്നിട്ടവന്മാര്. ചെക്കനെ പെണ്ണിനെ കാണിച്ചു തരാം. സഹലും എന്താണ് പേര്? സഹല അഫ്സൽ കാണിച്ചു തരാം. അതാണ് നമ്മുടെ വധുവരന്മാർ. സഹല വെഡ്സ് അഫ്സൽ, അല്ല അഫ്സൽ വെഡ്സ് സഹല. എന്തോ എല്ലാം മംഗളൊക്കെ നേരുന്നു. മാഷാ അല്ലാഹ്. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല അടിപൊളി കല്യാണമായിരുന്നു. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. സ്റ്റീഫൻ ഈ പണി ചെയ്യില്ല, നീയും ഈ പണി ചെയ്യില്ല. നമുക്കൊരു ഫുഡ് കഴിച്ച് മട്ടൻ ബിരിയാണിയാണോ, മട്ടനാണ്, എന്താണത്, ബീഫാണ്. കുറച്ച് ഗ്രാൻഡാണ്. നമുക്കൊന്ന് ഫുഡ് കഴിച്ച് വയറിറങ്ങാം. ഫുഡ് റേറ്റ് ചെയ്യാൻ എന്നിട്ട് ബീഫല്ലേ. രാവിലെ കല്യാണമുള്ളതുകൊണ്ട് രാവിലെ ഞാൻ 2 ചപ്പാത്തി വെച്ചിട്ട് വന്നേക്കണേ. നല്ല വിശപ്പ്. കുറച്ച് പപ്പടം, കുറച്ച് മട്ടൻ ബിരിയാണി, കുറച്ച് നല്ല വറുത്ത ചിക്കൻ, കുറച്ച് സാലഡും കൂടി കൂട്ടി ഒരു പിടി പിടിച്ചോണ്ടല്ല. അതൊരു വിളിക്കാത്ത കല്യാണത്തിനാണെങ്കിൽ ഉണ്ടല്ല, ചുറ്റുകളൊന്നും കാണൂല. പിന്നെ നമ്മൾ സമാധാനത്തിൽ ഫുഡ് അടിച്ച് കയറ്റി. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊന്ന് നോക്കണുണ്ട്, പൊക്കാൻ ചാൻസ് ഉണ്ട്. എന്താവും എന്തോ നോക്കാം. ഫുഡ് വിഷയം നല്ല അടിപൊളി ഫുഡ്. ഏത് മോഡ് എന്താണ് ഇങ്ങോട്ടാ കാറ്ററിംഗിന്റെ പേരെന്താണ്? റഹ്മാനിയ. ഒന്നും പറയില്ല. ഫ്രീ പ്രൊമോഷൻ. കോൺഫിഡൻസിലാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം, മനസ്സിലായി? നമ്മളാണ് ചെക്കൻ എന്ന രീതിയിൽ വേണം ഇവിടെ ഇരിക്കാൻ. അത്രയും കോൺഫിഡൻ്റ് ആയിരിക്കണം. ഇപ്പൊ കെട്ടിച്ചേരുന്ന പെങ്ങളാണ്. എന്നാലും അത്ര കോൺഫിഡൻസിലാണ് ഇരിക്കണം. പേടി കൊണ്ടോ എല്ലാം പങ്കിട്ട് മറിയും. ആക്ച്വലി ഞങ്ങള് ചെക്കനും പെണ്ണിനെ കൊടുക്കാനായിട്ട് ഗിഫ്റ്റ് വരെ കൊണ്ടുവന്നിട്ടുണ്ടായി. പക്ഷെ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് എല്ലാം തകിട്ട് മറിയും. സ്ക്രീൻ കഴിച്ചതിന് ശേഷം നമുക്ക് കല്യാണ ചെക്കന് ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാം. അതെ, കല്യാണ ചെക്കനോട് കാര്യം പറയാം. വിളിക്കാത്ത കല്യാണത്തിന് വന്നേക്കണേ തോന്നരെന്ന് പറയാം. ആരോൺ പോൾ, ഡു യു കോപ്പി? എനിക്ക് കവറുള്ളതുകൊണ്ട് അതിൽ പൊക്കിയെടുത്ത് ഐസ്ക്രീമിന് നിന്നെ വേണ്ട, എനിക്കത് അതെന്തായി. ഓക്കെ, അടുത്ത സ്കൂപ്പ് ഇടാനാണോ? എനിക്ക് 2 സ്കൂപ്പ്. താങ്ക് യു. ഫോട്ടോ എടുക്കണം, പിന്നെ എല്ലാവരെയും ഫോട്ടോ എടുക്കണം. എനിക്ക് 2 പീസ് കിട്ടുമോ? ജിലേബി യാ 2 എണ്ണോടെ
പെർഫെക്റ്റ്. അത് പുറത്ത് കളഞ്ഞു. കാറ്ററിംഗ് വെറുതെ മൂടല്ലേ. എനിക്ക് 2 സ്കൂപ്പ്. ഞങ്ങള് ഭക്ഷണം കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു. ചെക്കന് ഗിഫ്റ്റ് കൊണ്ടെന്നാണ് കൊടുക്കാനായിട്ട്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ സ്റ്റേജിൽ കാണാൻ കാണിച്ചു തരാം. ചെക്കൻ ഫുഡ് കഴിക്കാൻ പോയി. ഇത് ആർക്ക് കൊടുക്കും? പിന്നെ ഭക്ഷണം പയ്യെ കഴിച്ചു ഞങ്ങള്. പക്ഷേ 1:30 ആയിട്ടുള്ളൂ. 1:30 ആയപ്പോഴേക്കും ചെക്കൻ എന്ന് പോയേ. സാധാരണ ഞങ്ങളൊക്കെ അവിടെ കല്യാണത്തിന് 2 മണി 2:30 വരെ ഇട്ടിരിക്കും. എന്നിട്ട് വിശന്ന് ചത്ത് കഴിയുമ്പോഴാണ് പോവാറ്. നിന്നെ ഞാനിന്ന് കൊല്ലുവാ കുരുത്തം കെട്ടവന്. അഴകേ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് ഗതി. ഞങ്ങള് ഗിഫ്റ്റ് വാങ്ങിച്ചെടുത്ത് ഗിഫ്റ്റൊക്കെ സെറ്റ് ആയിക്കൊണ്ടെന്നാണ്. ഡ്രസ്സാണ് അതിനകത്ത്. അതിനകത്ത് പേപ്പറിൽ നോട്ടും ഉണ്ട്. വിളിക്കാത്ത കല്യാണത്തിന് വന്ന പയ്യൻ വിളിക്കാത്ത കല്യാണത്തിന് വന്ന പയ്യൻ പ്രൊഫാരോ ഡ്രസ്സാണ് അതിനകത്ത് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്. ടീഷർട്ട് കാസിയോ. അവിടെ അടിയിലിരുന്ന ഒരു ഭക്ഷണം കഴിക്കാനുണ്ട്. ഞങ്ങള് കഴിച്ച് കഴിഞ്ഞ് ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വൈകിപ്പോയി. വേണമെങ്കിൽ കൊണ്ട് അവർക്ക് അവിടെ കൊടുക്കാം. ഒറ്റ മൈൻഡ് ഒന്ന് കല്യാണത്തിന് വിളിക്കാണ്ട് വന്നെന്ന് പറയണോ? പറയാം. അത് ഗിഫ്റ്റ് കൊടുക്കാം. ഒറ്റ മൈൻഡ്. ചെക്കന് റോസാപ്പൂവും ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാം. ചെക്കനോട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പോവാം. മനസ്സിലായ അഫ്സൽ മനസ്സിലായില്ല. അത് മോശം ചാനലുണ്ട്. അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് നിങ്ങളുടെ പേരെങ്ങനെയാ? എന്റെ പേര് ആരോ ദേവ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം ബൈ സബ്സ്ക്രൈബ്.